നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിലാണ് ശ്രീനിവാസനിൽ നിന്ന് പല കഥകളും പിറന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ആദ്യമായി ഒരു കഥ എഴുതി, കമ്പിയടിച്ച കോൽ. അന്ന് UP സ്കൂളിൽ സാഹിത്യ സമാജത്തിനും മറ്റും പ്രസംഗിക്കാൻ മുന്നിൽ നിന്നവൻ. UP സ്കൂളിലെ നാടകമെഴുത്തും നാടകാഭിനയവും. അച്ഛൻ അധ്യാപകൻ. അച്ഛൻ ഭയങ്കര അടിയായിരുന്നുവെന്ന് ശ്രീനിവാസൻ തൻ്റെ അഭിമുഖങ്ങളിൽ പറയും. അമ്മയെയും മക്കളെയും ഒക്കെ അടിക്കും. അമ്മയെ തല്ലുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൈക്ക് പിടിക്കും. അങ്ങനെ ഒടുവിൽ മകൻ എന്ന നിലയിൽ അച്ഛൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ അച്ഛൻ പേടിച്ചുപോയി. പിന്നീട് അമ്മയെ അടിക്കുന്നത് അച്ഛൻ നിർത്തിയെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. ഭയങ്കര CPM പ്രവർത്തകനായിരുന്നു അച്ഛൻ. അധ്യാപക ജോലിക്കൊപ്പം CPM പ്രവർത്തനവും അച്ഛൻ തുടർന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ കോൺഗ്രസ്സുകാരെ എപ്പോഴും തല്ലാൻ പോകും. അധ്യാപകനാണെങ്കിലും കോൺഗ്രസ്സുകാർ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ തല്ലിയെന്ന് കേട്ടാൽ അച്ഛൻ അപ്പോൾ തന്നെ ഇറങ്ങിത്തിരിക്കും, തിരിച്ച് കോൺഗ്രസ്സുകാർക്കിട്ട് 2 കൊടുക്കാൻ. അച്ഛൻ്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉൾക്കൊണ്ട് 3ാം ക്ലാസ് മുതൽ താൻ ചെങ്കൊടി പിടിച്ചു എന്ന് ശ്രീനിവാസൻ പറയുന്നു. ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട, ഇത് ചന്ദ്രനിൽ കൂട്ടിയിടും എന്നൊക്കെ അക്കാലത്ത് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് KSF ആയി. കോളേജിൽ വെച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ KSU, പിന്നീട് ABVP. കോളേജിലന്ന് ABVP ആയിരുന്നു ശക്തം. അതുകൊണ്ട് തന്നെ ABVP പ്രവർത്തകനായി. നർമ്മം കലർത്തി പിന്നീടൊരിക്കൽ ശ്രീനിവാസൻ പറഞ്ഞു, ബുദ്ധിയില്ലാത്ത കാലത്ത് താൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പിന്നീട് ബുദ്ധി വെച്ച കാലത്ത് KSU ആയി. നല്ല ബോധം തെളിഞ്ഞപ്പോൾ ABVP ആയി. സുരേഷ് ചന്ദ്രൻ എന്നയാളാണ് തന്നെ ABVPയിലേക്ക് കൈപിടിച്ചുയർത്തിയത് എന്ന് ശ്രീനിവാസൻ പറയുന്നു. കോളേജ് വിട്ടയുടൻ സുരേഷ് ചന്ദ്രനെ അന്വേഷിച്ചു. അപ്പോൾ അയാൾ CPM വയനാട് ജില്ലാ സെക്രട്ടറി. ബോധം തെളിഞ്ഞപ്പോൾ ABVPക്കാരനായ ശ്രീനിവാസൻ പിന്നീട് 2020യിൽ ചേർന്നു. അതിന് ശ്രീനിവാസൻ പറഞ്ഞ വിശദീകരണം സാമാന്യ ബുദ്ധി വന്നപ്പോൾ 2020യിൽ ചേർന്നുവെന്നാണ്. ഏതു പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എന്ന് ശ്രീനിവാസൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നാൽ അച്ഛൻ്റെ ജീവിതം ശ്രീനിവാസനെ മാറ്റിമറിച്ചു. അച്ഛൻ്റെ കഥ പല സിനിമകളിലും ശ്രീനിവാസൻ്റെ പേനയിലൂടെ കടന്നുവന്നു. അച്ഛൻ ജീവിതത്തിൽ തകർന്നുപോയ തകർച്ചയോടെ അച്ഛൻ്റെ കമ്മ്യൂണിസവും തകർന്നുവെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. ആ കഥയാണ് വരവേൽപ്പ് എന്ന സിനിമ. സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അച്ഛൻ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്ത് ജീവിക്കണമെന്ന് നിശ്ചയിച്ചു. ആ നാട്ടിൽ സാമാന്യം വലിയൊരു വീട് ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ 2 നില വീട് പണയം വെച്ച് അച്ഛൻ തുടങ്ങിയ ബിസിനസ്സിൻ്റെ കഥയാണ് വരവേൽപ്പ്. ഒരു ബസ് വാങ്ങി സർവീസ് നടത്താൻ അച്ഛൻ തീരുമാനമെടുത്തു. അങ്ങനെ അച്ഛൻ ബസ് വാങ്ങി. കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ ബസ് വാങ്ങിയപ്പോൾ മറ്റ് കമ്മ്യൂണിസ്റ്റുകാർ നെറ്റി ചുളിച്ചു. ഇതോടെ അവരെല്ലാം അച്ഛൻ്റെ ശത്രുക്കളായി. കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളുടെ നാട്ടിൽ ശത്രുക്കളായി എന്ന് ശ്രീനിവാസൻ പറയുന്നു. വരവേൽപ്പ് സിനിമയിൽ ആ ബസ്സിലെ ഒരു കണ്ടക്ടറുടെ ചിത്രമുണ്ട്. ജഗദീഷാണ് ആ റോൾ അഭിനയിച്ചത്. കണ്ടക്ടർ പൈസ അടിച്ചുകൊണ്ടു പോകുന്നതും പിന്നീട് അയാൾ 6 മാസം കഴിഞ്ഞപ്പോൾ CA2വിൻ്റെ അടുക്കൽ ചെന്ന് ഒരു കത്ത് കൊടുക്കുന്നതും CA2 തിരികെ അച്ഛനൊരു കത്ത് അയക്കുന്നതുമൊക്കെ അന്നത്തെ കാലഘട്ടം ഓർമ്മിച്ചെഴുതിയതാണ് എന്ന് ശ്രീനിവാസൻ പറഞ്ഞു വെച്ചു. CA2 സെക്രട്ടറി അച്ഛനൊരു കത്ത് എഴുതിയതോടെ അച്ഛന് കലിയായി. കണ്ടക്ടറെ അനധികൃതമായി പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് കത്തിൽ പരാമർശിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അച്ഛനും തെറ്റുപറ്റിയിരുന്നു. CA2വിൽ നേരത്തെ തന്നെ അച്ഛൻ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറ്റക്കാരനായി. എല്ലാം വിചിത്രം. ഗത്യന്തരമില്ലാതെ അച്ഛൻ പാർട്ടിയെ ചീത്ത പറഞ്ഞു. തലശ്ശേരിയിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തി സമരക്കാർ. ഗത്യന്തരമില്ലാതെ അച്ഛൻ കോടതിയിലേക്ക് പോയി. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കോടതിയിൽ പോയി പോലീസിനെ കൊണ്ട് സമരക്കാരെ തുരത്താൻ ശ്രമിച്ചു. എന്നാൽ പിന്നീട് എല്ലാവരും ചേർന്ന ബസ്സെല്ലാം തല്ലിപ്പൊളിച്ചു. എല്ലാം തകർത്തു. ടയറുകളൊക്കെ കുത്തിക്കീറി. ലോണെടുത്ത പൈസയും ഇൻസ്റ്റാൾമെൻറ്റും ഒപ്പം 5-6 ബസ് അപകടങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം എല്ലാം കൂടി അച്ഛനെ തകർത്ത് കളഞ്ഞു. ഒടുവിൽ ബസ് അവർ പിടിച്ചുകൊണ്ടുപോയി. വീട് ജപ്തിയും ചെയ്തു. അതാണ് അച്ഛൻ്റെ കഥ. അങ്ങനെ പിറന്ന കഥയാണ് വരവേൽപ്പ്. പിന്നീട് അച്ഛൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോയില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞു വയ്ക്കുന്നു. ഏറെ ദയനീയമായിരുന്നു പിന്നീട് അച്ഛൻ്റെ ജീവിതം. ഞാൻ സിനിമയിലുണ്ട് എന്നൊക്കെ പറയാമെന്ന് മാത്രം. ഉള്ള വീടൊക്കെ നഷ്ടപ്പെട്ട് പിന്നീട് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറി. എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി ജീവിതം തുടങ്ങണമെന്ന് എനിക്ക് മനസ്സിലധിയായ ആഗ്രഹം. അമ്മയും ഞങ്ങളുമൊക്കെ ഒരു വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ അച്ഛന് വാടക വീട്ടിലേക്ക് മാറാൻ വലിയ മടി. അതുകൊണ്ട് തന്നെ അച്ഛൻ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ താമസിച്ചു. പഴയ വീട് കേസ് പറഞ്ഞ് ഇങ്ങ് തിരികെ എടുക്കുമെന്ന വാശിയായിരുന്നു അച്ഛന്. കേസ് പറഞ്ഞ് വീട് തിരികെ എടുത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് അവിടെ തന്നെ താമസിക്കാമെന്ന് അച്ഛൻ പറയും. എന്നാൽ ആ വീട് പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല.
ഒടുവിൽ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അച്ഛൻ ഞങ്ങളുടെ വാടക വീട്ടിലേക്ക് വന്നു എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. ഏറെ തളർന്നുപോയ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു, മറ്റസുഖങ്ങൾ വന്നു. ഒടുവിൽ 72-ാം വയസ്സിൽ മരിച്ചു. അച്ഛന് വളരെ ഷോക്കിംഗ് ആയ കാര്യങ്ങളാണ് എല്ലാം സംഭവിച്ചത്. ഇതൊന്നും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കരുതിയതേയില്ല. പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ കാണുന്ന ഞാൻ നാടകങ്ങളിലൂടെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. നാടകാഭിനയം അങ്ങനെ വലിയ ആഗ്രഹമായി. ചെന്നൈയിൽ പോയി കോഴ്സിന് പഠിച്ചാൽ നല്ല നാടകകൃത്താവാം, നാടക നടനാവാം എന്നൊക്കെ ആര് ഉപദേശിച്ചു. കോളേജിൽ ഞാൻ നാടകത്തിൽ ബെസ്റ്റ് ആക്ടറായി. ജില്ലാതലത്തിലും ഞാൻ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ രംഗത്ത് കുറച്ചുകൂടി ശോഭിക്കണമെന്ന് തോന്നി. എന്നാൽ അറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകൻ്റെ റെക്കമെൻഡേഷൻ വേണം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരാളില്ല. അപ്പോൾ ഞാൻ VG നായരെ, അയാളേറെ ഫേമസ് ആണ്, VG നായരെ പോയി കാണാൻ ശ്രമിച്ചു. തലശ്ശേരിയിലെ ഗ്രൗണ്ടിൽ ഏതോ ഒരു നാടകം. VG നായരുടെ അടുക്കൽ ചെന്ന് നാടകാഭിനയത്തിൽ താല്പര്യമുണ്ട് എന്നൊക്കെ ഞാൻ അവതരിപ്പിച്ചു. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാവാം, പക്ഷേ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് VG നായർ എന്നെ ഒഴിവാക്കി. ആ ഇടയ്ക്ക് ചെന്നൈയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് ചിലർ എനിക്ക് പറഞ്ഞു തന്നു. അവിടെ അഭിനയം പഠിച്ചാൽ നാടകാഭിനയത്തിൽ തിളങ്ങാം എന്ന് തോന്നൽ. എൻ്റെ നാട്ടിൽ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പണ്ടൊക്കെ നാടകങ്ങളിൽ അഭിനയിക്കും. പിന്നീട് പുള്ളി അടുത്തുള്ള ഒരു സ്കൂളിൽ ഹിന്ദി അധ്യാപകനായി. ഞാൻ അദ്ദേഹത്തിനൊരു കത്തയച്ചു. എന്നാൽ എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടിയാണ് അദ്ദേഹം എനിക്ക് തിരികെ അയച്ചത്. ഇവിടെ പഠിച്ചു എന്നതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഞാൻ അദ്ദേഹത്തിന് നിരന്തരം ഒരു ശല്യമായി. ഒടുവിൽ ശല്യം കൊണ്ട് സഹികെട്ട് നിന്റെ 3 ഫോട്ടോ എനിക്ക് അയച്ചതാ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ 3 ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറയുകയാണ്, ഈ ഫോട്ടോകൾ കണ്ടാൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരിക്കൽ പോലും വരണ്ട എന്നവർ പറയുമെന്ന്. ഞാൻ അദ്ദേഹത്തിനൊരു മറുപടി കൊടുത്തു. പ്രേം നസീർ സുന്ദരിയാണ്, അദ്ദേഹത്തിൻ്റെ കാമുകിയും സുന്ദരിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇടനിലക്കാരൻ സുന്ദരനാകണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്തർത്ഥം? സിനിമയിൽ അടുക്കളക്കാരനും വേണമല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഒടുവിൽ ചെന്നൈയിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. എന്നാൽ ചെന്നൈയിലേക്ക് യാത്ര ചെയ്യാൻ പണമില്ല കയ്യിൽ. അങ്ങനെ സുഹൃത്തായ വയനാട്ടിലെ സുരേഷിൻ്റെ അടുക്കലേക്ക് പോയി. സുരേഷാണ് 25 രൂപ അന്ന് ശ്രീനിവാസന് കൊടുത്തത്. നേരെ ചെന്നൈയിലെത്തി. മുന്നിൽ വലിയ ഇൻ്റർവ്യൂ ബോർഡ്. രാമു കാര്യാട്ട്, വിൻസെൻ്റ് മാഷ്, P. ഭാസ്കരൻ, K. സേതുമാധവൻ എന്നിങ്ങനെ അഡ്മിഷന് വേണ്ടി വലിയൊരു ഇൻ്റർവ്യൂ ബോർഡ്. എനിക്ക് വലിയ സിനിമാ പ്രാന്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കോഴ്സ് കഴിഞ്ഞ് നാടകാഭിനയമാണ് തൻ്റെ ലക്ഷ്യമെന്ന് അവരോട് പറഞ്ഞു. അപ്പോഴതാ തന്നെ കണ്ട് രാമു കാര്യാട്ട് ആകെ അതിശയിച്ചു പോയി എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. രാമു കാര്യാട്ട് പൊട്ടിച്ചിരിക്കുന്നു. ആ ചിരിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. 1 മണിക്കൂറോളം അവരെന്നെ ഉപദേശിച്ചു. കുട്ടി വേഗം സ്ഥലം വിട്ടോ, നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഒടുവിൽ ഞാൻ സത്യം പറഞ്ഞു. ഈ കോഴ്സ് പഠിച്ച് നാട്ടിൽ പോയി ഏതെങ്കിലുമൊക്കെ നാടകത്തിൽ അഭിനയിച്ച് ജീവിച്ചോളാം. നാട്ടിൽ ഞാൻ നാടകം എഴുതാറുണ്ട്, അഭിനയിക്കാറുണ്ട്. എനിക്ക് അഭിനയമൊന്ന് പഠിക്കണം, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ ആരുടെയും വീട്ടിലേക്ക് വരില്ല എന്നും അവിടെ പറഞ്ഞു. അങ്ങനെ അഡ്മിഷന് വേണ്ടിയുള്ള സ്ക്രീൻ ടെസ്റ്റ് ഭരണി സ്റ്റുഡിയോയിലായിരുന്നു. സ്ക്രീൻ ടെസ്റ്റ് അത് കാര്യാട്ടാണ് ഷൂട്ട് ചെയ്തത്. അന്ന് ഞാൻ ചെയ്യുന്നത് കണ്ട് പുള്ളി ചിരിയോട് ചിരി. പിന്നീട് സങ്കേതത്തിൽ അഭിനയിക്കാനെത്തിയപ്പോൾ അവിടെയും രാമു കാര്യാട്ട്. ഒരു വിധത്തിൽ ഫീസില്ലാതെ സൗജന്യമായിട്ടാണ് അവിടെ ഞാൻ പഠിച്ചത്. പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ സംഘടന വഴി ഒരുവിധം സൗജന്യം സംഘടിപ്പിച്ചു. എന്നാൽ ഭക്ഷണം കഴിക്കാനുള്ള പൈസ വേണമല്ലോ. അമ്മാവും പുള്ളി എനിക്ക് കുറച്ച് പൈസ അയച്ചു തരും. ഒരു കന്നഡക്കാരനും ഒരു തമിഴനും പിന്നെ ഞാനും ചേർന്ന് ഒരു കുടിസുമുറിയിലാണ് താമസം. കന്നഡക്കാരൻ്റെ പേര് ശാന്തപ്പൻ, തമിഴൻ്റെ പേര് മൂർത്തി. തീരെ ദരിദ്രമായ ചുറ്റുപാടുകളിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. മൂർത്തി ഭക്ഷണമുണ്ടാക്കും. റാഗിയാണ് പ്രധാന ഭക്ഷണം. മറ്റു ഭക്ഷണമൊന്നും അവിടെ ഉണ്ടാക്കാനുള്ള മാർഗം ഞങ്ങൾക്കില്ല. അന്ന് രജനികാന്ത് എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദത്തിലായി. രജനി സിനിമയിലേക്ക് വരുന്നത് സുഹൃത്തായിരിക്കുമ്പോഴാണ്. ഞങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് രജനി സിനിമയിലേക്ക് കയറുന്നത്. അന്ന് സിനിമ പുറത്തിറങ്ങി ആ ഷോയൊന്ന് കാണാൻ ഞങ്ങളൊക്കെ എത്തിയപ്പോൾ ഞങ്ങളെ എല്ലാവരെയും കയറ്റിയിരുത്തി പുള്ളി നിന്നുകൊണ്ടാണ് സിനിമ കണ്ടത്. ശ്രീനിവാസൻ്റേത് ചെറിയ വലിയ കഥയാണ്. ചെറിയ ചുറ്റുപാടുകളിൽ നിന്ന് അദ്ദേഹം മലയാള സിനിമാ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ചവിട്ടിക്കയറി. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ശ്രീനിയിൽ സിനിമാ ഭ്രാന്തി ശക്തമായിരുന്നു. അച്ഛൻ്റെ പാടശേഖരത്ത് പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് നേരെ തിയേറ്ററിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ അങ്ങനെ തമിഴിലെ സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. ചെന്നൈയിൽ പഠിക്കുന്ന കാലത്ത് ശ്രീനിവാസനും ശിവാജി റാവു ഗേക്വാദും തമ്മിലുള്ള ആ വലിയ ഇഴയെടുപ്പം
മദ്രാസിലെ ഫിലിം ചേംബറിലുള്ള ഇവരുടെ ആ സുവർണ കാലഘട്ടം പലപ്പോഴും ശ്രീനിവാസൻ തൻ്റെ അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശ്രീനിയുടെ തൊട്ട് സീനിയറായിരുന്നു രജനീകാന്ത്. ക്യാമ്പസിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സിഗരറ്റ് മുകളിലേക്ക് എറിഞ്ഞ് ചുണ്ടിൽ പിടിപ്പിക്കുന്ന ശിവാജിയെ ഞാൻ പിന്നീട് പലതവണ കണ്ടിട്ടുണ്ട് എന്ന് ശ്രീനിവാസൻ പറയും. എൻ്റെ ക്ലാസ്സിലെ അടുത്ത സുഹൃത്ത് ശങ്കരക്കുട്ടി ശിവാജിയിൽ നിന്ന് 5 രൂപ കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടന്ന ശങ്കരൻകുട്ടിയെ കാണാൻ ശിവാജി പലതവണ ശ്രമിക്കുന്നു. പിന്നീടൊരിക്കൽ ശിവാജി എന്ന രജനീകാന്ത് ഇക്കാര്യം ശ്രീനിവാസനോട് പറയുന്നു. എങ്ങനെയെങ്കിലും പണം തിരികെ മേടിക്കാനായിരുന്നു ശ്രീനിവാസനെ അന്ന് ശിവാജി ബന്ധപ്പെട്ടത്. അന്ന് ശിവാജി എന്ന രജനീകാന്തിന് ചില മണി ഓർഡറുകൾ കർണാടകയിൽ നിന്ന് കിട്ടും. മണി ഓർഡറുകൾ കിട്ടുന്ന പാടെ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മൂലയിലേക്ക് അദ്ദേഹം ഓടിയൊളിക്കും. എന്തിനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് കന്നഡയിലുള്ള പല സുഹൃത്തുക്കളിൽ നിന്ന് 1 രൂപയും 2 രൂപയും ഒക്കെ കടം വാങ്ങുകയാണ് അയാൾ. ശ്രീനിവാസന്റെ രചനയിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കഥ പറയുമ്പോൾ. മമ്മൂട്ടിയും ശ്രീനിവാസനും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രം. ഈ ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് കുസേലനിൽ രജനീകാന്തും പശുപതിയുമായിരുന്നു പ്രധാന താരങ്ങൾ. കഥ പറയുമ്പോൾ എന്ന സിനിമ കണ്ട് വളരെ വൈകാരികമായി രജനി തന്നോട് സംസാരിച്ചുവെന്ന് പിന്നീട് ശ്രീനിവാസൻ പല അഭിമുഖങ്ങളിലും എഴുതി. ഇത്ര നന്നായി എഴുതുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന കാലഘട്ടത്തിൽ തനിക്ക് എഴുതാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നുവെന്ന് രജനീകാന്ത് പിന്നീട് പറഞ്ഞു. ജീവിതാനുഭവങ്ങളിലൂടെയാണ് പല കഥാപാത്രങ്ങളും ശ്രീനിവാസനിൽ പിറന്നത്. അദ്ദേഹത്തിന് ചുറ്റുമുള്ള പല ജീവിതങ്ങളാണ് പിന്നീട് കഥാപാത്രങ്ങളായി വെള്ളിത്തിരയിൽ നിറഞ്ഞത്. ഇത് സ്വന്തം അച്ഛൻ്റെ കഥ പറഞ്ഞ വരവേൽപ്പ്. ഇത്രയധികം തീഷ്ണമായ ജീവിത ചുറ്റുപാടുകളിൽ വളർന്ന ശ്രീനിവാസൻ എന്ന പ്രതിഭയുടെ മാറ്റ് അത് വല്ലാത്തത് തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.